കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണ്. തിരച്ചിലിനായുള്ള റഡാർ എത്തിച്ചു. സൂറത്ത് കൽ NITയിൽ നിന്നുള്ള സംഘമാണ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുക. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ എത്തിക്കണമെന്ന ആണ് കുടുംബത്തിന്റെ ആവശ്യം. ഞാനിപ്പോൾ കളക്ടറെ വിളിച്ചിട്ടുണ്ട്. കളക്ടറെ കട്ട് ചെയ്തു പോകണം. എന്താ എടുക്കാതെ അറിയില്ല. ബാക്കി ഉദ്യോഗസ്ഥർ എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്? ഒരു ഇൻഫർമേഷനും ഇല്ല. അവിടെ എന്താണ് നടക്കുന്നതെന്നെങ്കിലും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു? ഇല്ല, ഒന്നും അറിയില്ല. ഇവിടെയുള്ള ഗ്രൗണ്ടിലുള്ള ഇപ്പോൾ ഇവിടെയുള്ള പോലീസുകാർക്ക് പോലും എന്താ നടക്കുന്നത് അറിയുന്നില്ല. വണ്ടി അവിടെ ഉണ്ടെന്ന് കൺഫേം ഗവൺമെൻറ് ഇവിടുത്തെ ഒഫീഷ്യൽ അധികാരികൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ ഇന്നലെ ലാസ്റ്റ് 10:30 ആക്റ്റീവ് ആയതിൻ്റെ ലൊക്കേഷൻ പ്രകാരം വണ്ടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷിക്കണം. അത് റഡാറുകൾ അത് കണ്ടുപിടിച്ച വണ്ടിയുള്ള ഭാഗത്ത് മാത്രം മണ്ണെടുത്താൽ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം. എത്രയും പെട്ടെന്ന് ചെയ്യുമ്പോൾ അത്രയും പെട്ടെന്ന് ചെയ്യണം. എന്തിനാണ് ഇവർ ഈ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു ഐഡിയ ഇല്ല. രാവിലെയൊക്കെ ഒരു ശുഭപ്രതീക്ഷയിലായിരുന്നു ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ അങ്ങോട്ട് കടത്തിവിടുന്നും കൂടിയില്ല. എന്താണ് അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ടോ ഇല്ലയോ ഒരു കാര്യം ഒന്നും അറിയുന്നില്ല. അർജുന്റെ ബന്ധുവിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാണെന്ന് ഉത്തര കന്നഡ ഡെപ്യൂട്ടി കളക്ടറും പറഞ്ഞു. 3 പേരെ കാണാനില്ല എന്ന് SP സ്ഥിരീകരിച്ചു. ബന്ധുക്കളെ കടത്തിവിടാൻ SP നിർദ്ദേശവും നൽകി. We have started settle down, please, sir. We have started the operations from 6 o'clock in the morning. As we can see, we have our NDRF team, we have NH people, we have our Coast Guard, naval people, police, fire service. Everybody are there on field. One lane was cleared yesterday evening itself. We are doing the other lane also. One more technical person, a professor from NITK, National Institute of Technology, Karnataka, Surat Kal. He is coming with a device called ground penetrating radar. So in that you will be able to find out if there is a device, andre truck idya ilva anta, whether it is there or not anta we'll be able to find out. And I'm told it will work both on land as well as in water. So they are arriving shortly, within half an hour they will arrive. So we will do that process of identifying the vehicle also immediately. One Arjun from Kerala, the truck driver is there, and other one Naik, lady from Uluvare village, and one more person is missing, unknown, but maybe it is a driver or a cleaner. Then 3 people we still have to find. Problem is the highest river flowing there, and also landslides is continuously happening, and the rain is stopped us our thing, but up to 400 meters mud we are tirelessly cleared till night. One side is now clear. Now we are just reaching the center point of the where GPS is supposed to be there according to the company, and we have summoned the high metal detector and NIT radar also, where Kerala CMs are also requested here, and that is on the way, and entire Navy and NDRF are there. So today by afternoon 1 to 2 hours we are able to reach that point. Yes, we are very occupied, and under 100 and 200 people are working tirelessly for since 6 days. So this same work will continue till the rescue of Arjun. Arjun's family, they can come and see. There already family members are here. They are with us. What is happening? This is only complete support. Support here. They are no also problem. on field. We have got their confidence also. We are doing the work. ഉത്തര കന്നഡ ഡെപ്യൂട്ടി കളക്ടറുടെയും SP-യുടെയും വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതേസമയം ആരെയും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് പറഞ്ഞത്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വിടുന്നില്ല. ഇവരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരെ വിടുന്നത്. 2 ആൾക്കാരെ മാത്രം വിട്ടിട്ട് കാര്യമില്ല. ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ട്രാക്കിൽ ഒരു ട്രാക്കേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. അതായത് നമ്മളെ വണ്ടി അവിടുന്ന് അങ്ങോട്ട് ഒരു ഇതിൻ്റെ ട്രാക്കിൻ്റെ വീതി നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം ഒരു 20 ഫൂട്ട് ട്രാക്ക് ഉണ്ടാവും. ഈ 20 ഫൂട്ട് ട്രാക്ക് കഴിഞ്ഞിട്ട് സൈഡിലാണ് വണ്ടി ഉള്ളത്. അപ്പം ഇനി 20 പ്ലസ് അത്രയും മണ്ണ് അവിടുന്ന് എടുക്കണോ? അത് നമ്മളവിടെ പോയി ഇന്നാലല്ലേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അങ്ങോട്ട് കയറ്റി വിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മീഡിയാസ് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതുവരെ എന്ത് പണി നടന്നെന്നുള്ളത്. ഒരു പണി നടന്നിട്ടില്ല. ഇതിപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആളുണ്ട്. അതായത് ഈ ഹോട്ടൽ, ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതിൻ്റെ ചെറിയൊരു ഹോട്ടൽ.
അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഉള്ള മണ്ണൊക്കെ ഇടുന്നത്. ഇൻ കേസ് അഥവാ ഞങ്ങളെ ലോറി ആ സൈഡിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ, ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ റൈറ്റ് സൈഡിലുണ്ടാവും. ഈ ലെഫ്റ്റ് സൈഡിലെ മണ്ണ് എടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇട്ടും കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൂടെയുള്ള ആളുകളൊന്നും വിടുന്നില്ല. അല്ല, ഒരാളോട് പോകാൻ വേണ്ടി പറഞ്ഞു, ബാക്കിയുള്ളവർ ഇവിടെ നിൽക്കാറുണ്ട്. ഒരു കാര്യമില്ല. അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനൊക്കെ ഉള്ള സൗകര്യവും സ്ഥലമൊക്കെ ഉണ്ട്. സ്പോട്ടിൻ്റെ അടുത്തേക്ക് വിട്ടിട്ടില്ലെങ്കിലും നമ്മളെ ലോറി ഉള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനെങ്കിലും ഒരു ഇത് കഴിഞ്ഞല്ലോ. അർജുനൊപ്പം തന്നെ 2 തമിഴ്നാട് സ്വദേശികളെയും കാണാതായിട്ടുണ്ട്. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് സരീഷ് PK ചേരുന്നു. സരീഷ്, ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തേക്ക് റഡാറൊക്കെ എത്തിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നു. തിരച്ചിൽ, റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് തുടക്കമായിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ 2 പേരെയൊക്കെയാണ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കുന്നതെന്ന് പറയുന്നു. കൂടുതൽ പേർക്ക് പോകാനുള്ള അനുമതി നൽകി തുടങ്ങിയിട്ടുണ്ടോ? ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി അത് ഘടിപ്പിക്കുകയും കൃത്യമായി ഏതൊക്കെ മേഖലയിൽ പരിശോധന നടത്തണം എന്ന് ജില്ലാ അധികൃതരുമായി കളക്ടറും SP-യും ഇപ്പോൾ ഈ മേഖലയിലുണ്ട്. അവരുമായി NIT ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തണം. അതിനുശേഷമായിരിക്കും ഈ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ, അതായത് ഈ എത്തിച്ചതിന് ശേഷം ഇത് ഘടിപ്പിക്കുകയും തുടർന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ പരിശോധന നടത്തണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യുക. ഇപ്പോൾ ആ മേഖലയിൽ റഡാർ എത്തിച്ചിരിക്കുന്നു. അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പക്ഷേ ഇപ്പോഴും പ്രധാനപ്പെട്ടൊരു കാര്യം, എവിടെയാണ് വാഹനം എന്ന കാര്യത്തിൽ ഈ സമയത്തും നമുക്കൊരു നിഗമനത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ഒരു നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. ബന്ധുക്കൾ കൃത്യമായി ആരോപിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി അതിവേഗം മണ്ണെടുക്കുകയും JCB ഉപയോഗിച്ച് മണ്ണെടുക്കുകയും അത് മറ്റു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് വളരെ മന്ദഗതിയിലാണ് ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് എന്നൊരു ആരോപണമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഏത് ഭാഗത്താണ് വാഹനം ഉള്ളത് എന്ന് കണ്ടെത്തിയ ശേഷം മറ്റ് നടപടികളിലേക്ക് പോവാം എന്നൊരു തീരുമാനം ഒരുപക്ഷേ ഇവർ കൈക്കൊണ്ടിട്ടുണ്ടാവാം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. കാരണം റഡാർ എന്തായാലും എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേറെയുള്ള അത്രയും സ്ഥലത്തുള്ള മണ്ണ് മാത്രം നീക്കിയാൽ മതി എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ആക്ഷേപമായി പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒറ്റയടിക്ക് ഈ റഡാർ കൊണ്ടുവന്ന് എവിടെയാണ് വാഹനം എന്ന് കണ്ടെത്തിയാൽ പോലും ഒറ്റയടിക്ക് അവിടെ നിന്ന് മണ്ണ് മാറ്റാനാവില്ല എന്നുള്ളതാണ് വസ്തുത. ഘട്ടം ഘട്ടമായി പല ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ മണ്ണ് നീക്കം ചെയ്യാനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 2 ഭാഗങ്ങളിൽ നിന്നും, ഒന്ന് ഷിരൂർ ഭാഗത്തു നിന്നും മറ്റൊന്ന് മംഗലാപുരം ഭാഗത്തു നിന്നും കൃത്യമായി ഘട്ടം ഘട്ടമായി മണ്ണ് നീക്കം ചെയ്ത ശേഷം മാത്രമേ രക്ഷാപ്രവർത്തനം പുരോഗമിക്കാനുള്ളൂ. പക്ഷേ ഏറ്റവും ശുഭകരമാകുന്നത് റഡാർ ഉപയോഗിച്ച വാഹനം എവിടെയാണ്, അല്ലെങ്കിൽ വാഹനം അടിയിലുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും കാര്യത്തിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മണ്ണിൽ പരിശോധന നടത്തി അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സിഗ്നലുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും പുഴയിൽ കൂടി ഇതേ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തും എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അതോടൊപ്പം തന്നെ അതിവേഗം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുകൂടിയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യം, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അതോടൊപ്പം തന്നെ മനാഫ നേരത്തെ നമ്മളോട് ഉൾപ്പെടെ പ്രതികരിച്ചൊരു കാര്യം, റോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 4 വരി പാതയാണ്. ആ 4 വരി പാതയും മണ്ണ് മൂടിയൊരവസ്ഥയാണ്. ആ മണ്ണ് മൂടിയിരിക്കുന്നത് ഒരു എല്ലാ ഭാഗത്തും 6 മീറ്ററിലധികം ഉയരത്തിൽ മണ്ണ് നിറഞ്ഞിട്ടുണ്ട് എന്നാണ് മനാഫ് പറയുന്നത്. കാരണം മനാഫ് ഇന്നലെ അവിടെ എത്തി രക്ഷാപ്രവർത്തനം നേരിട്ട് കണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ മനാഫിന് കൃത്യമായി എവിടെയാണ് GPS പ്രകാരം വാഹനമുള്ളത് എന്നും ഏത് വരെയാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത് എന്നും കൃത്യമായി ഈ മനാഫിന് അറിയാം. അപ്പോൾ മനാഫ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, നിലവിൽ 4 വരി പാതയാണ്. അതിനകത്ത് 2 വരി പാത, അതായത് ഇടത് ഭാഗത്തുള്ള 2 വരി പാതയിൽ 2 വരി പാതയ്ക്കപ്പുറത്തേക്ക് മണ്ണ്, അല്ലെങ്കിൽ സൈഡിൽ വശത്ത്, അതായത് 2 വരി പാത വലിയ പാതയാണ്. അതിനോടൊപ്പം തന്നെ വശം ചേർന്ന് അത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ നിലവിൽ ഒരു ട്രാക്കിൽ മാത്രമാണ്
മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ട്രാക്കിലേക്ക് മണ്ണ് നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ സമീപത്തുള്ള ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള മണ്ണ് കൂടി നീക്കം ചെയ്താൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾ കണ്ടെത്താനാവുകയുള്ളൂ എന്നാണ് മനാഫ് പറയുന്നത്. അതോടൊപ്പം തന്നെ വളരെ മന്ദഗതിയിലാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുകൂടിയുള്ള ഒരു വിമർശനവും മനാഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. കാരണം ഇന്നലെ ദ്രുതഗതിയിൽ വാഹനങ്ങൾ തുടർച്ചയായി മണ്ണ് നീക്കം ചെയ്യുകയും ഇതുവഴി കടന്നു പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് 10 മിനിറ്റിൽ ഒരു വാഹനം എന്ന രീതിയിൽ മാത്രമാണ് കടന്നു പോകുന്നത് എന്നുകൂടിയാണ് മനാഫിൻ്റെ ആരോപണം. അത്തരത്തിലൊരു വിമർശനം കുടുംബവും കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം കുടുംബം നേരത്തെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ മന്ദഗതിയിലായിരുന്നു, നമ്മൾ പരാതി നൽകിയിട്ടും അതിന് വേഗത കൈവന്നിരുന്നില്ല. പക്ഷേ ഇന്നലെ മാത്രമാണ് ഏതെങ്കിലും രീതിയിലുള്ളൊരു മുന്നോട്ട് പോക്കുണ്ടായത്. പക്ഷേ ഇന്നും അതേ സമീപനം, അതായത് മന്ദഗതിയിലുള്ള സമീപനം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ ബന്ധു, അർജുൻ്റെ ബന്ധു ജിതിൻ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് റഡാർ കൊണ്ടുവരാൻ ഇവർക്ക് കാലതാമസം നേരിട്ടു എന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ ഇത്തരത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നതിന് പകരം റഡാർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നലെ വൈകിട്ടോടെ തന്നെ കൃത്യമായി മൃതദേഹം കണ്ടെത്താൻ, അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനാകുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ലോറി കണ്ടെത്താൻ, റഡാർ ഉപയോഗിച്ച് കണ്ടെത്താൻ അവർക്ക് സാധിക്കുമായിരുന്നു എന്നുകൂടി പറയുന്നു. അതിൽ ഇന്നലെ ആ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന കൃത്യമായി വിഫലമായിരുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതാണ്, ഈ ദേശീയപാതയിൽ എത്രത്തോളം അകലമാണ് ഉള്ളത്. അതായത് ഇങ്ങനെ 2 വരിയാണ്, അതായത് ഒരേ റോഡിൽ 2 വരിയാണ്. എനിക്ക് പിന്നിൽ കാണാം 4 വരി പാതയാണ്. അതിൽ ഒരു ഭാഗത്ത് 2 വരി പാതയാണ്. ആ 2 വരി പാതയോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയുണ്ട്. അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു സൗകര്യം കൂടി, അതായത് അവിടെ ഒരു കടയുണ്ട്. ആ കടയിലാണ് സ്ഥിരമായി അർജുൻ ഉൾപ്പെടെയുള്ളവർ ഈ വഴി പോകുമ്പോൾ യാത്ര ചെയ്യുകയും ചായ കുടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു മേഖല കൂടി, അതായത് ഈ റോഡിനോട് ചേർന്നുള്ളൊരു പ്രദേശം വാഹന പാർക്കിങ്ങിനായി മാത്രമാണ്. അപ്പോൾ അവിടെയാണ് അദ്ദേഹം വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെയാണ് മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മനാഫ് ചോദിക്കുന്നത്, നിലവിലെ ഹൈവേയിൽ അല്ലെങ്കിൽ നിലവിലെ ദേശീയപാതയിലെ ആദ്യ ട്രാക്കിൽ മാത്രമാണ് മണ്ണ് നീക്കം ചെയ്യാനായിട്ടുള്ളത്. ഇനിയും അടുത്ത ട്രാക്കും അതോടൊപ്പം തന്നെ സൈഡിലെ ട്രാക്ക് കൂടി ക്ലിയർ ചെയ്താൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ ഈ വാഹനം പുറത്തെടുക്കാനോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നും അർജുനെ പുറത്തെടുക്കാനോ ആകൂ എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക. അതോടൊപ്പം തന്നെ ഇത്രത്തോളം വൈകുന്ന സാഹചര്യത്തിൽ വീണ്ടും ഗുരുതരമായ ഏതെങ്കിലും പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്നുകൂടിയുണ്ട്. പക്ഷേ ജില്ലാ കളക്ടറും SP പറഞ്ഞിരുന്നത് കൃത്യമായി ഞങ്ങളിത് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചെറിയ അകലം മാത്രമാണ് ഇനി നേരത്തെ GPS ട്രാക്കർ കണ്ടെത്തിയ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിന് എത്ര ദൂരെയാണ്? അപകടം നടന്നത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഇവിടെ നിന്നും 4 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. നേരത്തെ ബന്ധുക്കളെയോ കാസർഗോഡ് നിന്ന് എത്തിയ DYSP പോലും ആ ഭാഗത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. കാരണം ഇവർ കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയുണ്ടായിരുന്നു, 2 ഭാഗവും മലയാണ്, മലപ്രദേശമാണ്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും മണ്ണിടിച്ചിലുണ്ടാവാം. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ ഭാഗമായി ആ മേഖലയിലേക്ക് കടത്തിവിടാനാകില്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത്. SP എത്തിയപ്പോഴും കളക്ടർ എത്തിയപ്പോഴും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷേ ഏകീകരണ ചുമതലയുള്ള മേലുദ്യോഗസ്ഥർ എത്തുമ്പോൾ പോലും അതേ സമീപനം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും ഉദ്യോഗസ്ഥർ ഏകീകരണ ചുമതലയോടെയാണ് ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശപ്രകാരവും ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരവുമാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ എത്തുന്നവരെ പോലും കടത്തിവിടേണ്ടതില്ല എന്ന് എന്തുകൊണ്ട് ഇവർ തീരുമാനിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഉള്ള അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ആ മേഖലയിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബന്ധുക്കളെ പോലും ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ SP നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം ഈ പ്രവേശിപ്പിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് SP എത്തുകയും ഈ 2 ബന്ധുക്കളെ മാത്രം ഇവിടേക്ക് കടത്തിവിടാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്.
അതിനുശേഷമാണ് എസ് പിയുടെ നിർദ്ദേശപ്രകാരമാണ് ജിതിൻ ഉൾപ്പെടെയുള്ള നമ്മുടെ നേരത്തെ സംസാരിച്ച അർജുൻ്റെ ബന്ധു ജിതിൻ ഉൾപ്പെടെയുള്ളവരെ ഈ മേഖലയിലേക്ക് കടത്തിവിടാൻ തീരുമാനിച്ചത്. എന്തായാലും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ശരി സരീഷിലേക്ക് മടങ്ങി വരാം. അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേരളത്തിൽ നിന്നും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മന്ത്രി AK ശശീന്ദ്രൻ പറയുകയുണ്ടായി. രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഓൺ ദ സ്പോട്ട് റിപ്പോർട്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അവരെ അവിശ്വസിച്ചിട്ടല്ല. എന്നാലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ നമുക്ക് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ബോധ്യവും പറഞ്ഞറിയിക്കുന്ന ബോധ്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട്. ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെയുണ്ട്. ഈ ഉദ്യോഗസ്ഥനും അവരും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഏർപ്പാടും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കുടുംബത്തിൻ്റെ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സാങ്കേതികത്വമല്ല. അപ്പോൾ അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു. അദ്ദേഹവും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ಇದು ಸ್ಲಾಂಟ್ ಇದೆ. ಈ ಸ್ಲಾಂಟನ್ನು ನೀವು ಸರಿಪಡಿಸಿ ಬೆಂಕಿ ಮಾಡಿದರೆ ಇದು 100% ಕೊಲ್ಯಾಪ್ಸ್ ಆಗ್ತದೆ. മന്ത്രി AK ശശീന്ദ്രന്റെയും ഒപ്പം തന്നെ കന്നഡ ജനപ്രതിനിധിയുടെയും വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇർഫാനിലേക്ക് പോവുകയാണ്. ഇർഫാൻ, ഈ മന്ത്രി AK ശശീന്ദ്രന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. ഇതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച അത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വീട്ടിൽ കുടുംബത്തെ അദ്ദേഹം സന്ദർശിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കുടുംബത്തോട് സംസാരിച്ചത്? മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാകും? സേതുലക്ഷ്മി, അല്പം മുമ്പാണ് മന്ത്രി അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ച് ഇവിടുന്ന് മടങ്ങിയത്. മന്ത്രി കുടുംബത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ആ ദൗത്യത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച് മന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, സർക്കാരിന് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കുടുംബത്തെ കൃത്യമായി ധരിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി കുടുംബത്തോട് നമ്മളോടും പറഞ്ഞത്. ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ഊർജിതമായി തന്നെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ കേരളം കർണാടകത്തിന് മേൽ അത്രമേൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന ഒരു കാര്യവും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടെ അറിയിക്കാനും കേരളത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു DYSPയും 2 പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന 3 അംഗ പോലീസ് സംഘത്തെയാണ് പ്രത്യേകമായി ഇതിനുവേണ്ടി ശിരൂരിലേക്ക് അയച്ചിട്ടുള്ളത്. അവരവിടെ എത്തിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ ഇവർ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടും കർണാടകവുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിനും മറ്റ് സംവിധാനങ്ങൾക്കും സുരക്ഷാ സേനയുമായും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുമായുള്ള ആശയവിനിമയമാണ് ഇവർ പ്രധാനമായും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ, പുരോഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപ്പോൾ തന്നെ തത്സമയം അറിയിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ നേവിയും NDRFും SDRFും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള അവരുടെ ഒരു ദൗത്യസംഘം, ഒരു സംയുക്ത ദൗത്യസംഘമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് എന്ന നിലയിൽ ഒരു അറിയിപ്പാണ് മന്ത്രി നമ്മളോടും പങ്കുവച്ചത്. രക്ഷാപ്രവർത്തനത്തിൻ്റെ വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതിന് ഇനിയും സമയമുണ്ട്, അല്ലെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനവും ദൗത്യവും പൂർത്തീകരിക്കുവാനും അത് വിജയത്തിലേക്ക് എത്തിച്ച് അർജുനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ മന്ത്രി പറയുന്ന ഒരു കാര്യം, GPS-ൻ്റെ വിവരങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട്. ആ വിവരങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നും മന്ത്രി കണ്ടെത്തി വെച്ചു. അത്തരം കാര്യങ്ങൾ മന്ത്രി പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുടുംബം ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ കൂടി അർജുന്റെ ബന്ധുക്കളുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അവരിപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. അവരിപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിൽ പറ്റിയ വീഴ്ച അവർ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ മന്ത്രിയെയും അറിയിച്ചോ ഇവർ? ഈ കാര്യങ്ങളെല്ലാം മന്ത്രിയെ ഇവർ ധരിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി അപ്പോൾ മറുപടി പറഞ്ഞ കാര്യം, കുടുംബത്തിൻ്റെ ആശങ്കകൾ മുഴുവനും
മന്ത്രി ചീഫ് സെക്രട്ടറിയെ ധരിപ്പിക്കും, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയെ അറിയിക്കും. ഈ കുടുംബത്തിൻ്റെ ആശകൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്ന് തന്നെയാണ് കുടുംബം ഈ വിശദമായി കുടുംബത്തിൻ്റെ ആശങ്കകളും പരാതികളുമെല്ലാം മന്ത്രി കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതോടൊപ്പം തന്നെ കർണാടകവുമായി ബന്ധപ്പെട്ടും ഇത് ഏകോപിപ്പിക്കും. ഇവ പരിഹരിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്യും എന്ന് മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അർജുൻ്റെ ബന്ധുവായിട്ടുള്ള ജിതിൻ അവിടെ ഇപ്പോഴുമുണ്ട്. ആ ജിതിനുമായി ബന്ധപ്പെട്ട കൃത്യമായ ആശയവിനിമയം നടത്താനുള്ള സൗകര്യവും സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ ഒരു കാലാവസ്ഥയും അതോടൊപ്പം പ്രതികൂല കാലാവസ്ഥയുടെ കാര്യമാണ് മന്ത്രി കുടുംബത്തെ എടുത്ത് കുടുംബത്തോട് ധരിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ അത് കാര്യമായി പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നൊരു ആശങ്കയും മന്ത്രി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി ഇത്തരം കാര്യങ്ങൾ മന്ത്രി കുടുംബത്തെയും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയും കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകുവാൻ കഴിയുന്ന വിവരം. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. നേവിയുമായും NDRF, SDRF അതോടൊപ്പം തന്നെ കർണാടക പോലീസ്, അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെടുന്നുണ്ട്. അവിടുത്തെ കളക്ടർ, ജില്ലാ കളക്ടറും അതോടൊപ്പം സബ് കളക്ടർ, SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായും കേരളത്തിൽ നിന്ന് പോയ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ പ്രത്യേക സംഘവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസും നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ ജിതിൻ എന്ന ഇദ്ദേഹത്തിൻ്റെ അർജുൻ്റെ ബന്ധുവായ ജിതിനുമായും അതോടൊപ്പം തന്നെ ലോറിയുടെ ഉടമയായ മനാഫുമായും ഒപ്പം ഭാരത് ബെൻസിൻ്റെ അധികൃതരുമായും ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്ന വിവരമാണ് നമുക്കിപ്പോൾ നൽകുവാൻ കഴിയുന്നത്. സേതുലക്ഷ്മി. ശരി, ഇർഫാനിലേക്ക് വരാം. സരീഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സരീഷ്, ഈ നേരത്തെ കേരളത്തിൽ നിന്ന് പോയ MVA ചന്ദ്രകുമാറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടപ്പോൾ ലോറിക്കടുത്തെത്താൻ ഇനിയും 100 മീറ്റർ മണ്ണ് മാറ്റേണ്ടി വരുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ ഈ ദൗത്യത്തിന് ഇനിയും സമയമെടുക്കില്ലേ? ഈ നിലവിൽ അവിടെ നമ്മുടെ അർജുൻ്റെ ബന്ധുക്കളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഈ മണ്ണ് നീക്കുന്ന കാര്യങ്ങളൊക്കെ മന്ദഗതിയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്ക് ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ പ്രവേശിപ്പിക്കുന്നുമില്ല. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയും വരുന്നില്ല. അപ്പോൾ രക്ഷാപ്രവർത്തനം ഇനിയും വൈകുമെന്നൊരു സൂചന തന്നെയാണോ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സേതു, ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവിടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എത്ര മണിക്കാണ് ഈ തിരച്ചിൽ ആരംഭിച്ചത് എന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഒരു 4 കിലോമീറ്ററിനപ്പുറത്തേക്ക് ആരെയും കടത്തിവിടേണ്ടതില്ല എന്ന് ജില്ലാ കളക്ടർ കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നോ അവിടെ എത്രത്തോളം ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എന്നതോ സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള വിവരവും പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അല്ലെങ്കിൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നവരും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകിയതും പറഞ്ഞിരുന്നത് ഇന്നലെ അതിവേഗം ഇതുവഴി തന്നെ, അതായത് നമ്മൾ ഈ നിൽക്കുന്ന മേഖലയിലൂടെ തന്നെ മണ്ണുൾപ്പെടെയുള്ളവ കൊണ്ടുപോയിരുന്നു. അത്രത്തോളം വേഗത ഇപ്പോൾ കൈവരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ കൃത്യമായി പറയുന്നത് ഈ മേഖലയിലേക്കല്ല മറ്റൊരു മേഖലയിലേക്കാണ് മണ്ണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഈ വഴിയിലേക്ക് ലോറി വരാത്തത് എന്നൊരു ന്യായീകരണമാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പോഴും അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമില്ല. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചതുപോലെ നിലവിലെ ശുചീകരിച്ച അല്ലെങ്കിൽ മണ്ണ് മാറ്റിയ സ്ഥലത്തു നിന്നും 100 മീറ്റർ അകലെയാണ് ഇപ്പോഴും GPS ട്രാക്കർ ഉള്ളത്. ആ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് 6 മീറ്റർ ഉയരത്തിൽ 100 മീറ്റർ അല്ലെങ്കിൽ 6 മീറ്റർ ഉയരത്തിലുള്ള മണ്ണ് 100 മീറ്ററോളം ദൂരം മാറ്റേണ്ടതുണ്ട്. അത് വലിയ ദൈർഘ്യമേറിയ പണിയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് ആശ്വസിക്കാനാകുന്ന ഒരു വിവരം ഒരുപക്ഷെ 1-2 മണിക്കൂറിൽ വരിക. ഈ വാഹനം ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് റഡാർ ഉപയോഗിച്ച് കണ്ടെത്തുകയാണെങ്കിൽ അത് മാത്രമായിരിക്കും നമുക്ക് ആശ്വാസകരമായൊരു കാര്യമായി നിൽക്കുന്നത്. റഡാർ ഉപയോഗിച്ച് ഈ വാഹനം കണ്ടെത്തിയാൽ പോലും മണിക്കൂറുകളെടുക്കും ഈ വാഹനത്തിൽ നിന്നും അർജുനെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ. കാരണം അതിൽ പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ മണ്ണ് ഈ ലോറിക്ക് മുകളിലാണെങ്കിൽ പോലും വലിയ ഉയരത്തിൽ ഈ മണ്ണുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ ഭാഗത്ത്, അതായത്
അത് തന്നെയാണ് സരീഷ്. കാരണം ഈ മണ്ണ് മാറ്റുന്ന ദൗത്യം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ലോറി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ കഴിഞ്ഞ 16-നാണ് ഈ അർജുൻ ഉൾപ്പെടുന്ന ലോറി അകപ്പെടുന്നത്. ലോറി കണ്ടെത്തിയാലും മണ്ണ് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ദിവസമായി അർജുൻ അകപ്പെട്ട ലോറിയും മണ്ണിനടിയിൽ പോയിട്ട് കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നതേയുള്ളൂ. നിലവിൽ റഡാർ എത്തിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് മംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിച്ചിട്ടുണ്ട്. മണ്ണിടിഞ്ഞ സ്ഥലത്തും പുഴയിലുമൊക്കെ പരിശോധന നടത്തുകയാണ്. സൂറത്ത് കൽ NITയിൽ നിന്നുള്ള സംഘമാണ് ഈ പരിശോധന നടത്തുന്നത്. എന്താണെങ്കിലും അർജുനെ ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് കേരളത്തിൽ നിന്നുള്ള MVI ചന്ദ്രകുമാർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ദൗത്യം ഏറെ ദുഷ്കരമാണെന്നും ലോറിക്ക് അടുത്തെത്താൻ തന്നെ 100 മീറ്ററോളം മണ്ണ് മാറ്റേണ്ടി വരുമെന്നുമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അർജുനെ എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കാൻ കഴിയും, ഈ വാഹനം കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു നാടൊന്നാകെ. അർജുൻ്റെ വീട്ടിൽ മന്ത്രി AK ശശീന്ദ്രൻ എത്തുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു. അവരുടെ ആശങ്കകൾ ചീഫ് സെക്രട്ടറിയെ അറിയിക്കും എന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. നിലവിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അതിൻ്റെ പ്രോഗ്രസ്സും കാര്യങ്ങളുമൊക്കെ കുടുംബത്തെ മന്ത്രി ധരിപ്പിക്കുകയും ചെയ്തു.